പുതുവർഷം ആഘോഷിക്കാൻ ദുബായ് നഗരത്തിലേക്ക് 27 ലക്ഷം പേർ ഒഴുകിയെത്തുമെന്നാണ് വിലയിരുത്തൽ. ബുർജ് ഖലീഫയ്ക്ക് മുന്നിലെ ആഘോഷത്തിന് മാത്രം 8 ലക്ഷത്തോളം പേരെത്തും. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വിപുലമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. റെക്കോർഡ് സന്ദർശകരെയാണ് പുതുവർഷാഘോഷത്തിന് ദുബായ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം 25 ലക്ഷം പേരെത്തിയെങ്കിൽ ഇത്തവണ 27 ലക്ഷം പേരെത്തുമെന്നാണ് കണക്കുകൂട്ടൽ. ആഘോഷത്തിനെത്തുന്ന എല്ലാവർക്കുമുള്ള യാത്രാ സൗകര്യങ്ങൾ ഉറപ്പാക്കുകയാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ആളുകൾ സ്വകാര്യ വാഹനങ്ങൾ പരമാവധി ഉപേക്ഷിക്കണമെന്നും പൊതുഗതാഗത സംവിധാനം പ്രയോജനപ്പെടുത്തണമെന്നുമാണ് പ്രധാന നിർദ്ദേശം. 26 ലക്ഷം പേർ ദുബായ് മെട്രോയിൽ യാത്ര ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ഇതിനനുസരിച്ച് മെട്രോ സർവീസ് വിപുലീകരിക്കും. ദുബായ് മെട്രോ, ട്രാം എന്നിവയിലെ 64 സ്റ്റേഷനുകൾ ഇടതടവില്ലാതെ പ്രവർത്തിക്കും. 1300 ബസ്സുകളും 14,000-ഓളം ടാക്സികളും നഗരത്തിൽ സർവീസ് നടത്തും. 18,000-ഓളം ലിമോസിൻ വാഹനങ്ങൾ വേറെയുമുണ്ടാകും. ബുർജ് ഖലീഫയുടെ സമീപം മാത്രം 8 ലക്ഷത്തോളം പേർ പുതുവർഷാഘോഷത്തിനെത്തുമെന്നാണ് കണക്കുകൂട്ടൽ. ഷെയ്ഖ് സായിദ് റോഡ്, ഫിനാൻഷ്യൽ സെന്റർ റോഡ് എന്നിവ അടയ്ക്കുന്നതിനാൽ അൽഖയിൽ റോഡ്, മുഹമ്മദ് ബിൻ സായിദ് റോഡ്, ദുബായ് അലൈൻ റോഡ് എന്നിവ തെരഞ്ഞെടുക്കണമെന്നും റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നിർദ്ദേശിച്ചു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.